വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ ബി പോലും പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറമുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയെടുത്ത വ്യക്തി അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന് തന്നെ പറയേണ്ട തരത്തിലോട്ട് ഉയർന്നു വന്നിരിക്കുന്നു വി രാജേഷ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, വി രാജേഷിനെ നമുക്ക് ഒരു സൗമ്യനായിട്ടുള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ മേയർ ആവുന്നതിന് മുന്നേ വരെയും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മേയർ ആയതിനു ശേഷം എന്താണ് വി രാജേഷ് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് പല നീക്കങ്ങളും അതോടൊപ്പം തന്നെ പല തീരുമാനങ്ങളും ഒരു മടിയും കൂടാതെ തന്റെ ഇടത്തോടു കൂടി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എടുത്തതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഞെട്ടിച്ചു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ ഞെട്ടിച്ചു. ഈ പറഞ്ഞ രീതിക്ക് തന്നെ വി രാജേഷിന് ഇപ്പോൾ ശത്രുക്കൾ ഒരുപാട് ഉണ്ടാവും. കാരണം അതുപോലുള്ള തീരുമാനങ്ങളാണ് വി രാജേഷ് ഓരോ നിമിഷവും ഓരോ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതും പ്രതീക്ഷിക്കാത്ത പലതരത്തിലുമുള്ള നീക്കങ്ങൾ എന്ന് പറയുന്നത്. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മേയർ ആ ഒരു രീതിയിൽ എത്രത്തോളം വലുതാണ് എന്നുള്ള തരത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് മാത്രമല്ല കേരളത്തിൽ ഉടനീളം എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ മേയർമാരുടെ കണക്കെടുത്തു കഴിഞ്ഞാലും ഈ ഒരു മേയർ തന്നെയാണ് അത്രത്തോളം ശക്തനായി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് പറയുന്നത്. ഒരു മേയർക്ക് എന്തെല്ലാം കഴിയും, ഒരു മേയർ എന്ന് വെച്ചാൽ എന്താണ് ആ ഒരു തരത്തിലുള്ള ഒരു പവർ എന്ന് തെളിയിച്ച ഒരു മേയർ എന്ന് തന്നെ വി രാജേഷിനെ പറയേണ്ടി വരും. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതി കാര്യങ്ങളൊന്നും തന്നെ അത്ര എളുപ്പമല്ല നടത്തിയെടുക്കാനായിട്ട്. കാരണം അവിടെ ഇരിക്കുന്ന മേയർ എന്ന് പറയുന്നത് അത്രത്തോളം ആളൊരു പുലിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് മുന്നേ ഒരു മേയർ ഉണ്ടായിരുന്നു, ഇടതുപക്ഷത്തിന്റെ മേയർ. വലിയ തോതിൽ ഇടതുപക്ഷം തന്നെ ആഘോഷകരമാക്കി മേയർ കസേരയിൽ ഇരുത്തിയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നീട് എന്തായി എന്നുള്ളത് നാട്ടുകാർക്കൊന്നടങ്കം അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തെ മാറ്റി ഇപ്പോൾ ബി വന്നതിൽ പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടിമുടി മാറുന്ന തരത്തിലോട്ട് ഓരോ കാര്യങ്ങൾ എത്തിച്ചു ഈ മേയർ വി രാജേഷ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് മേയർ രാജേഷിനെ പേടിക്കണം. കാരണം ഉഡായിപ്പുകളോ ഈ പറഞ്ഞ രീതിയിലുള്ള വളഞ്ഞ വഴി പരിപാടികളോ ഒന്നും തന്നെ ഇങ്ങേരുടെ മുന്നിൽ നടക്കത്തില്ല എന്നുള്ളത് ഇങ്ങേര് ഇതിനകം തെളിയിച്ചു. മാത്രമല്ല അനധികൃതമായിട്ട് എന്തുണ്ടെങ്കിലും അതെല്ലാം തന്നെയും കണ്ണും പൂട്ടി ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു മേയർ. തിരുവനന്തപുരം നഗരം ഈ 5 കൊല്ലം കൊണ്ട് എല്ലാ അർത്ഥത്തിലും താൻ വിചാരിക്കുന്ന പോലൊരു നഗരമാക്കി മാറ്റുമെന്നുള്ള തരത്തിലോട്ടുള്ള ഈ ഒരു ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പോലും ഞെട്ടിക്കുന്ന തരത്തിലോട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും പോലും പേടിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന രാജേഷ്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇനി വരുന്ന 5 കൊല്ലം കഴിഞ്ഞിട്ടും ബി സുഖകരമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈയടക്കാൻ പറ്റുന്ന തരത്തിലോട്ട് ആക്കുന്ന രാജേഷിന്റെ രീതികൾ. അതോടൊപ്പം തന്നെ ഈ ഒരു കോർപ്പറേഷൻ ഭരണത്തിലൂടെ തന്നെ ബി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലോട്ട് തിരുവനന്തപുരം കോർപ്പറേഷന് ചുറ്റും തന്നെ ഒരു ശുദ്ധികലശം നടത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയ ഒരു മേയർ. ഈ 5 കൊല്ലത്തെ ഭരണം കൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒട്ടാകെ ഒരു ചർച്ചാ വിഷയമായി മാറുന്ന ഒരു കോർപ്പറേഷൻ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്ന ഒരു മേയർ. അങ്ങനെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ മേയർ വി രാജേഷ് എല്ലാ അർത്ഥത്തിലും ഒരു തരംഗമായി ഒരു മേയർ എന്നുള്ള രീതിയിൽ കേരളത്തിലുടനീളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ക നെഗറ്റീവ് ആകാനായിട്ട് അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ ട്രോളാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടം മാപ്രകൾ. എന്നാൽ അവർക്കൊന്നും തന്നെ കാര്യമായിട്ടൊന്നും തന്നെ കിട്ടുന്നില്ല. കിട്ടിയതൊക്കെ തന്നെ കൂട്ടി വെച്ചുകൊണ്ട് മേയറുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും തിരിച്ച് അതേപടിയുള്ള അമ്പെയ്യുന്ന ഒരു മേയർ. അതിലൂടെ അടഞ്ഞു പോകുന്ന മാപ്രകൾ. അപ്പോൾ എല്ലാ രീതിയിലും വി രാജേഷിന്റെ അടുത്ത് മുട്ടാനായിട്ട് ഒന്ന് പാടുപെടും, അല്ലെങ്കിൽ ഒന്ന് പേടിക്കണം. ശരിക്കും പറഞ്ഞാൽ മാപ്രകളായാലും പ്രതിപക്ഷമായാലും അതോടൊപ്പം തന്നെ ഉഡായിപ്പും വളഞ്ഞ വഴിയും കാണിക്കുന്ന ആരായാലും. അപ്പോൾ എല്ലാ തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ഒരു പെർഫെക്റ്റ് മേയർ എന്താണ് എന്നുള്ളത് ഏറ്റവും വലിയ തോതിൽ തെളിയിച്ചു തന്നിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വി രാജേഷ് ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ, രാജേഷ് എന്ന് പറയുന്ന മേയറിലൂടെ ബി കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം അത് ചെറുതല്ല. അത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ തന്നെ വളരെ വലിയ തോതിൽ പ്രകടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അല്ലെങ്കിൽ മാറ്റും എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ ഉറക്കമില്ലാത്ത രാത്രികൾ നൽകുന്ന തരത്തിലോട്ട് രാജേഷ് ഓരോ ദിവസവും കാര്യങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ് വ്യക്തം.